ഹലോ, അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ എക്സാമിൻ്റെ മാത്സിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3^5 × 5^4 × 7^3 ഡിവൈഡഡ് ബൈ 21^3 × 25 സ്ക്വയർ. ഇതിൻ്റെ വില കാണാമെന്നുള്ളതാണ്. അപ്പോൾ 3 5 ടൈംസ് ഉണ്ട്, അതുപോലെ 5 4 ടൈംസ്, 7 3 ടൈംസ്, ഹോൾ ഡിവൈഡഡ് ബൈ 21 3 ടൈംസ് ഉണ്ട്, 25 2 ടൈംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 21-ൽ പോവും, ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൽ നിന്ന് 3 3-നെ 21-ൽ കട്ട് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, 7 ടൈംസ് ആണ് പോകുന്നത്. ഇനി കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളയാണ്. 7 3 7-ഉം നമുക്കവിടെ കട്ട് ചെയ്ത് പോയി. ഇനി 25 ആണ്. 25 5^4-ൽ കട്ട് ചെയ്ത് പോകും. റിമൈനിങ് ആയിട്ടുള്ളത് 3 × 3 ആണ്. 3 സ്ക്വയർ ആണ്. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, സെക്കൻഡ് 2 4 6 8 10. ഇതിൻ്റെ 20th ടേമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ സീരീസിലെ 20th ടേം. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇവിടെ 2 ആണ്. ഫസ്റ്റ് ടേം 2 ആണ്. 20th ടേം എന്ന് പറയുന്നത് a + 19 d ആണ്. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ 2 + 19 ഇൻറ്റു കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 2. ഓക്കെ, അപ്പോൾ 2 + 38 വരും. ദാറ്റ് ഈസ് 40. ഒരു ക്ലോക്കിൽ സമയം 5:20 ആകുമ്പോൾ കോണളവാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ക്ലോക്കിൻ്റെ പ്രോബ്ലത്തിൽ നമുക്ക് ഒരു 1 to 2 ആ ഒരു പോർഷനിൽ ആംഗിൾ 30 ഡിഗ്രി ആണെന്നറിയാം. ഇവിടെ 5:20 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് എന്താണ് 30 ഡിഗ്രി ആണ് വരിക. അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടത് ഈ മിനിറ്റിൻ്റെ ഹാഫ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക കൂടെ വേണം. കാരണം 20 എന്ന് പറയുമ്പോൾ നമ്മൾ 5-ൽ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് വരും. അതിനാണ് ഈ ഹാഫ് എടുത്തിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 30 + 10 40 ഡിഗ്രി ആയിരിക്കും ആൻസർ. ഒരു ത്രികോണത്തിൽ വശങ്ങൾ 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 4 5 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു റൈറ്റ് ട്രയാങ്കിളാണ്, മട്ടത്രികോണമാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വിസ്തീർണം കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഇക്വേഷൻ ഹാഫ് BH ആണ്. അപ്പോൾ 1/2 × B × H. അപ്പോൾ 1/2 × 3 × 4. 1/2 × 3 × 4. 2 4-ൽ പോവും. അപ്പോൾ 3 × 2 6 ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് 3 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 90 സെൻറ്റിമീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 3 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് 300 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. അപ്പോൾ 300-ൻ്റെ എത്ര ശതമാനമാണ് 90 എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 300-ൻ്റെ എത്ര ശതമാനം നമുക്കറിയില്ല. അപ്പോൾ h/100 = 90. ഇത് നമുക്ക് x ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ x = 90 × 100 ഡിവൈഡഡ് ബൈ 300. അപ്പോൾ 90-ലും ഇത് 3 തവണ പോവും. അപ്പോൾ 30. നെക്സ്റ്റ് 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം നമുക്ക് തന്നിട്ടുണ്ട് 3:4. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വക്രതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതമാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആരം തന്നിട്ടുണ്ട്. നമുക്കിവിടെ വക്രതല വിസ്തീർണം എന്ന് പറയുന്നത് ആരത്തിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, വക്രതല വിസ്തീർണം കണ്ടുപിടിക്കാൻ നമുക്ക് ആരത്തിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. 3:4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3-ൻ്റെ സ്ക്വയർ 9, 4-ൻ്റെ സ്ക്വയർ 16. അപ്പോൾ ഇവിടെ P എന്ന് പറയുന്നത് പ്ലസ്, Q എന്ന് പറയുന്നത് മൈനസ്, R എന്ന് പറയുന്നത് ഇൻറ്റു, S എന്ന് പറയുന്നത് ഡിവിഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ 20P 32Q 5R 10S 2. അപ്പോൾ 20 + 32 - 5 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇവിടെ ബോർഡ് മാസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്യുന്നത് 10 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 20 + 32 - 5 ഇൻറ്റു 5. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 20 + 32 - 25. അപ്പം 20 + 32 എന്ന് പറയുന്നത് 52.
52 മൈനസ് 25 ഈക്വൽ ടു 27. നെക്സ്റ്റ്, ഒരു ക്യൂവിൽ കേശു പിന്നിൽ നിന്നും 10ാമതും മുന്നിൽ നിന്നും 8ാമതുമാണ്. ക്യൂവിൽ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് രണ്ടും കൂടെ കൂട്ടിയിട്ട് -1 ചെയ്യാമെന്നാണ്. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ 10 + 8 - 1. അപ്പോൾ 18 - 1 ഈക്വൽ ടു 17. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ ഓപ്ഷനിൽ ഇല്ലായിരുന്നു. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് നോക്കി AAB, BBC, CCD ആണ്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് വരുന്നത് DDE ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ്, 16 ¼ പകുതിയുടെ പകുതിയുടെ ദശാംശ രൂപമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദശാംശ രൂപത്തിലേക്ക് ആക്കാൻ ബൈ 100 ചെയ്താൽ മതി. അപ്പോൾ 16 ¼ ഇതെന്ന് പറയുന്നത് 65/4 ആണ്. ഇതിന് നമുക്ക് ബൈ 100 ചെയ്യാം, കാരണം ദശാംശ രൂപത്തിലേക്കാണ് ആക്കുന്നത്. ഓക്കെ. അപ്പോൾ 65, പിന്നെ പറഞ്ഞിട്ടുണ്ട് പകുതിയുടെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 65/4 പകുതി ബൈ 2. ഓക്കെ. അപ്പോൾ 65/4/2. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി 65 ഇവിടെ 2/1 ആയിട്ടായിരിക്കും കിടക്കുക. അങ്ങോട്ട് തിരിച്ചിട്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1/2 ആവും. 2 ഓട്ടോമാറ്റിക്കായിട്ട് ഡിനോമിനേറ്ററിലാണ് വരിക. അതുപോലെ 4ഉം 100ഉം ഡിനോമിനേറ്ററിലായിരിക്കും. ഓക്കെ. അപ്പോൾ 65/8 × 100. ഓക്കെ. ഇനി 65 8ൽ എത്ര ടൈംസ് നോക്കാം. 65/8 എന്ന് ചെയ്യുമ്പോൾ ഒരു തവണ പോവും 64. വീണ്ടും നമ്മൾ റിമൈനിങ് 1 വരും. പോയിൻ്റ് ഇട്ടിട്ട് എത്രത്തോളം പറ്റുന്ന അത്രത്തോളം ചെയ്യാം. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ 8 1 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് കണ്ടിന്യൂസ് ചെയ്ത് പോകണമെന്ന് ഇല്ല. ഓക്കെ. ഇവിടെ 40ൽ 5 ടൈംസ് പോവും. അപ്പോൾ 8 1 2 5 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ ഒരു 100 കൂടെ ഉണ്ട്. അപ്പോൾ 2 പ്ലേസ് നമ്മൾ മുന്നിലോട്ട് മാറ്റിയിട്ട് പോയിൻ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ 0.08125. ഇത്രയുമാണ് മാത്സിൻ്റെ എക്സ്പ്ലനേഷൻ.